സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും നീളും. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. കേസ് അടുത്ത മാസം 5 രാവിലെ 10 മണിക്ക് പരിഗണിക്കും. 11ാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത്. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിനും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകാനുമാണ് കഴിഞ്ഞ തവണകളിൽ കേസ് മാറ്റിവെച്ചതെന്ന് റഹീം നിയമസഹായ സമിതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ തന്നെ സിറ്റിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് കേസ് മാറ്റിവെക്കുകയായിരുന്നു. സൗദി പൗരനായ ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2006 റഹീം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വധശിക്ഷ വിധിക്കപ്പെട്ട റഹീമിന് 1.5 കോടി സൗദി റിയാൽ, അതായത് 34 കോടി ഇന്ത്യൻ രൂപ ദിയാദനം സ്വീകരിച്ച് കുടുംബം മാപ്പ് നൽകിയതോടെയാണ് വധശിക്ഷ ഒഴിവായി മോചനത്തിന് വഴിതെളിഞ്ഞത്. എന്നാൽ സൗദി ഭരണകൂടത്തിന്റെ അനുമതിയും കേസിൽ വധശിക്ഷയല്ലാത്ത തടവ് ശിക്ഷയും റഹീം അനുഭവിക്കേണ്ടി വരും. റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവ് കാലം ഇപ്പോൾ 19ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ സാധാരണ തടവ് ശിക്ഷയാണ് വിധിക്കുക. 19 വർഷമായി തടവിലായതിനാൽ ഇനി തടവ് ശിക്ഷ വിധിച്ചാലും അബ്ദുൾ റഹീമിന് അധികം ജയിലിൽ തുടരേണ്ടി വരില്ല. ഇതുവരെ അനുഭവിച്ച തടവുകാലം ശിക്ഷയായി പരിഗണിച്ച് മോചനം നൽകാനാണ് സാധ്യത. വധശിക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള വിധി തീർപ്പിന് കോടതിയിൽ നിന്ന് നടപടികൾ ആദ്യം മുതൽ തുടങ്ങേണ്ടിയിരുന്നു. ഇതിനായുള്ള ആദ്യ സിറ്റിംഗ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 21 നടന്നത്. എന്നാൽ അന്ന് ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്നും അറിയിച്ച് കോടതി കേസ് മാറ്റിവെച്ചു. ശേഷമുള്ള എല്ലാ മാസങ്ങളിലും 1-2 തവണകളായി കേസ് പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. 2006 ഡ്രൈവറായി ജോലി ലഭിച്ച് റിയാദിലെത്തി 1 മാസം തികയും മുമ്പാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിന്റെ കൊലപാതക കേസിൽ അകപ്പെട്ട് റഹീം ജയിലിലാകുന്നത്. കേസിൽ 2012 വധശിക്ഷ വിധിച്ചത്. അടുത്ത മാസം 5 കേസ് പരിഗണിക്കുമ്പോൾ അന്തിമമായ വിധിയുണ്ടാകുമെന്നാണ് റഹീമിന്റെ കുടുംബത്തിന്റെയും ഒപ്പം നിയമസഹായ സമിതിയുടെയും പ്രതീക്ഷ.